ഇന്നലെ കട തുറന്നില്ല കേട്ടാ, വേറെ ഒന്നുമില്ല, നമ്മുടെ കട അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നു, അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നാട്ടിൽ പോയ ആൾക്കാരൊക്കെ ആണെങ്കിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടിയൊക്കെ വരുള്ളൂ. അപ്പം തിങ്കളാഴ്ച ആൾക്കാർ കുറവായിരിക്കും പൊതുവെ. പിന്നെ അന്നദാനം കൂടി ആകുമ്പോൾ എല്ലാവരും അന്നദാനം കഴിക്കാൻ പോലെ. അപ്പം ഞാനോർത്ത് എന്നാൽ പിന്നെ എല്ലാവരും അവിടെ പോയി കഴിക്കുമ്പോൾ നമ്മൾ കട തുറന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്നോർത്ത് അങ്ങനെ തുറന്നില്ല. എന്നാൽ പിന്നെ ഞാനോർത്തേ നമ്മൾ ഇവിടെ പറൂർ RT ഓഫീസിൽ പോകണമെന്ന്, വണ്ടിയുടെ ഒരു ബുക്കും പേപ്പറും മേടിക്കാൻ. അപ്പം അതിന് പോയപ്പോൾ എൻ്റെ പേരിലെ വണ്ടി. അപ്പം ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് പോകണ ശരിയല്ല. അപ്പം അനീഷും വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി പോകണ വഴിക്ക് ചായ കുടിക്കണമായിരുന്നു. അങ്ങനെ അഭിരാമി ഹോട്ടലിൽ പോയി ചായ കുടിച്ചിട്ടാ. എൻ്റെ പൊന്നോ, ഒന്നിനും കൊള്ളൂലായിരുന്നു കേട്ടോ. മസാല ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ RT ഓഫീസിൽ പോയി അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ശരിയാക്കി. പിന്നെ വന്ന വഴിക്ക് ഞങ്ങൾ എൻ്റെ വീട്ടിൽ കയറി. അപ്പോൾ ഉമ്മാനൊന്ന് കാണണമായിരുന്നു, കുറച്ച് ദിവസമായിട്ട് ഉമ്മാനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉമ്മാനെ കണ്ട് ഉമ്മാനായിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ് റേഷൻ കടയിൽ അരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെടി, പച്ചരി. അപ്പോൾ ആ പച്ചരി ഉണ്ടെങ്കിൽ നമ്മൾ കടകൾക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലിയും ദോശക്കൊക്കെ ഇതാക്കുമല്ലോ, അങ്ങനെ അത് വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എന്തായാലും വണ്ടിയായിട്ട് വന്നതല്ലേ, എന്നാൽ പിന്നെ കാറിൻ്റെ ഡിക്കിയിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാമെന്ന് ഓർത്ത്. അപ്പോൾ ഷമീറയാണ് എനിക്ക് കൊണ്ടുവന്ന് തരാറ്. പിന്നെ ഈ ചാക്ക് കെട്ട് അവൾ വണ്ടിയിൽ എങ്ങനെ കൊണ്ടുവരും, എന്തായാലും വന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ടും അതൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. അപ്പം ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നേരെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് അന്നദാനം കഴിക്കാം എന്നുള്ളൊരു ഉദ്ദേശം. പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ സമയം 2 മണി കഴിഞ്ഞ്. ഇവിടെ നിന്നാണെങ്കിൽ എനിക്ക് നേരെ എറണാകുളം മാർക്കറ്റിലൊന്ന് പോകണം. അതിനുശേഷം പിന്നെ എന്തായാലും അമ്പലത്തിൽ അന്നദാനത്തിന് ഓടിയെത്താൻ പറ്റില്ല. അങ്ങനെയാണ് ബോൾഗാട്ടി എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് വെള്ളക്കാന്തരയിലൊന്ന് കയറിയാലോ. ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയില്ലായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടത്തോളം വന്നതല്ലേ, അങ്ങനെ വെള്ളക്കാന്തരയിൽ കയറി. ഞാൻ തിങ്കളാഴ്ച ചെയ്തുകൊണ്ടിട്ട് പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇലയിലാണ് കേട്ടോ ഊണ് നൽകിയത്. അപ്പോൾ ഇവിടെയുള്ള ചേച്ചിമാർ ചെമ്മീൻചാറുണ്ട്, സാമ്പാറുണ്ട്, ചെമ്മീച്ചാറുണ്ട്, ഏത് വേണം. ഞാൻ ആദ്യം ഇട്ടേക്കണേണ്ട ചെമ്മീച്ചാറ് കൊടുക്കണ കട. എന്നാൽ പിന്നെ ചെമ്മീച്ചാറ് ഒഴിക്കാന്ന് പറഞ്ഞാൽ ഇത് ഈ ഒഴിക്കണ ചെമ്മീച്ചാറാണ് കേട്ടോ, കുളം പോലെ അങ്ങോട്ട് ഒഴിച്ച് ഇതാക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചത് കൊഴുവ വറുത്തതും, നമ്മുടെ കടയിലുള്ള സാധനം തന്നെ കേട്ടോ, കൊഴുവ വറുത്തതും ചാള വറുത്തത് അതാ വാങ്ങിച്ചത്. പിന്നെ ആകൂലിക്കറി ഉണ്ടായിരുന്നു, തേങ്ങാപ്പാലും മാങ്ങയൊക്കെ ഇട്ട് വെച്ചത്. പിന്നെ ചാളവറുത്ത് വാങ്ങിക്കാൻ കാര്യം വേറെ ഒന്നുമില്ല, ചാളവറുത്തതിൻ്റെ മണം അങ്ങോട്ട് മൂക്കിലോട്ട് അടിച്ചിട്ടേ പിന്നൊന്നും നോക്കിയില്ല, ചാളവറുത്ത് മേടിച്ച്. ഞാൻ പറയണായിരുന്നു കറികളൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെയാണെങ്കിൽ നമ്മൾ വിലയൊക്കെ എന്ന് വെച്ചാൽ അധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച് ഇതിനൊക്കെ നല്ല വില കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അത്രയും വിലയൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. സാധാ ഈ ഒരു കൊഴുവ ഫ്രൈക്കൊക്കെ എന്തോ 80 രൂപയുള്ള ഒരു പ്ലേറ്റിന്, നമ്മുടെ കടയിൽ 60 രൂപക്കാണ് കൊടുക്കണത്. അതൊക്കെ പോട്ടെ, ഇതെന്തായാലും സീ ഫുഡ് മാത്രമുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഇത്. അതും നമ്മളെപ്പോലെയൊക്കെ പെണ്ണുങ്ങൾ മാത്രം നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണെന്നാണ് കാണുന്നത്. കാരണം എല്ലാവരും പെണ്ണുങ്ങളായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്കല്ല കേട്ടോ, മറ്റേ എറണാകുളം മാർക്കറ്റിലേക്ക് എനിക്കൊന്ന് പോകണമായിരുന്നു. അപ്പോൾ എന്തായാലും മധുരം കഴിക്കാനായിട്ട് ഒരു എന്താണ് മറ്റേ സാധനമല്ലേ ഐസ്ക്രീം, അതൊക്കെ കുറേ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ട് നേരെ ഞാൻ എറണാകുളം മാർക്കറ്റിലേക്ക് പോകണേണ്. എറണാകുളം മാർക്കറ്റിൽ പോകണ ഞാൻ ഒറ്റക്കാണ്ട പോയത്, വേറെ ഒന്നുമല്ല. ചേട്ടാ എന്നോട് പറഞ്ഞു ഞാനിവിടെ കിടന്നുള്ള, നീ പോയിക്ക്, എനിക്ക് വയ്യ ഈ വെയിൽ കൊള്ളാനൊന്നും പറയും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ ഈ ഊണൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എല്ലാവരും കപ്പൽ മിഠായി, കടല മിഠായി, പിന്നെ എള്ളുണ്ട ഇതൊക്കെ ചോദിക്കും, മധുരം പേടയൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനത് മിക്കപ്പോഴും മേടിച്ച് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. പക്ഷെ അതിപ്പോൾ തീർന്ന്, എന്നാൽ പിന്നെ അതൊന്ന് മേടിക്കാൻ കയറാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഹോൾസെയിൽ കടയുണ്ട്, ഇത് മിഠായികളെല്ലാം ഹോൾസെയിലായിട്ട് കിട്ടും നമുക്ക്. അങ്ങനെ ഞാൻ കടല മിഠായി മേടിച്ച്, കപ്പലണ്ടി മിഠായി, പിന്നെ എള്ളുണ്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അലക്കുലത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതേ അവശത പെൻഷനായിട്ട് ഞാൻ വന്നെയാണേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞ് കൊന്നാനായിരുന്നു. കാരണം അത്രയ്ക്ക് പെയിലായിരുന്നു, ഞാൻ നടന്ന് ക്ഷീണിച്ച അവശതയായി. അപ്പോൾ മതിയല്ലേ, ഇനി ഞാൻ വീട്ടിലോട്ട് പോട്ടെ കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വെച്ചടിക്കണേന്. എനിക്കാണെങ്കിൽ മുടി ഒട്ടൂല, അതിൻ്റെ ഇടയിൽ കാക്കിരി പീക്കിരി പോലെ മുടി.